ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് മരണത്തെക്കുറിച്ചുള്ള ഒരു സംശയം, ചെറിയ സംശയമൊന്നുമല്ല, വലിയ വലിയ സംശയങ്ങളാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ മരണം, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ച് എല്ലാവരും ക്ലാസ്സുകളും പങ്കുവെക്കലുകളും തുടങ്ങിയിരിക്കുന്ന കാലമാണ്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അന്ന് ആരും ഈ ശുദ്ധീകരണ സ്ഥലം ടച്ച് ചെയ്യാറില്ല. ആ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഒരു ശുദ്ധീകരണ അനുഭവം ആദ്യമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആ ഒരു പയ്യനെ കണ്ട ദർശനം ഞാൻ പറയുമ്പോൾ അന്നൊന്നും ആരും ശുദ്ധീകരണ സ്ഥലത്തെ കാര്യങ്ങൾ പറയാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാവരുടെയും മുഖ്യ വിഷയം ശുദ്ധീകരണ സ്ഥലമായി മാറി. ഇപ്പോൾ നല്ല കാര്യമാണ്, അറിവുകൾ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അറിവ് കൂടുന്തോറും സംശയങ്ങൾ വർദ്ധിക്കുന്നു. എല്ലാവർക്കും ഇപ്പോൾ സംശയമാണ്. കുറേയേറെ ആളുകൾ ശുദ്ധീകരണ സ്ഥലത്തെ കാര്യങ്ങളും മുന്നറിയിപ്പുകളും എന്നെപ്പോലെ പലരും നന്നായി പഠിച്ച് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. അഭിഷിക്ത പുരോഹിതർ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു പുതിയ ക്ലാസ്സോ ഒരു പുതിയ പഠനമോ ജനങ്ങളുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്താൽ ഉടനടി നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് സംശയങ്ങൾ വന്നു തുടങ്ങും. എത്ര വലിയ വ്യാഖ്യാനം കൊടുത്താലും, എത്ര നന്നായി എക്സ്പ്ലെയിൻ ചെയ്താലും, ഈ മരണവും മരണത്തെ തൊട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയാൽ സംശയങ്ങളുടെ ഒരു പരമ്പര തന്നെ വരും. അപ്പോൾ ഉടനടി അവർ മെസ്സേജ് ഇടുക എൻ്റെ വാട്സപ്പിലേക്ക് ആയിരിക്കും. കാരണം ഞാനാണല്ലോ ഈ ശുദ്ധീകരണ അനുഭവങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ തുറന്നു പറയാനൊക്കെ തുടങ്ങിയതും കുറേ കല്ലേറുകളൊക്കെ ഏറ്റുവാങ്ങിയതും. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഈ അസുഖം വന്നത് തന്നെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് പലരും പറയുന്നുണ്ട്. അതിന് കുറേ വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും എനിക്ക് അത് കേൾക്കുമ്പോഴൊക്കെ നല്ല ചിരിയാണ്. കാരണം എന്താണ് കാര്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് അവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് സംശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ പങ്കുവെക്കലുകളിലും അപ്പാപ്പ സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ശുദ്ധീകരാത്മാക്കളെ കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് പ്രത്യക്ഷീകരണമല്ല. പ്രത്യക്ഷീകരണവും ദർശനവും വ്യത്യാസമുണ്ട്. അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ മുഴുവൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയല്ല, അതെനിക്ക് വേണ്ടി മാത്രം തരുന്നൊരു ദർശനമാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ പല ക്ലാസ്സുകളും കേട്ട് ഇപ്പോൾ പലരും ചോദിക്കുന്ന കുറേ സംശയങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു സംശയമാണ് കുറേ പേര് ചോദിച്ചത്, ആലിസേച്ചി എന്തുകൊണ്ടാണ് ബൈബിള് വ്യാഖ്യാനിക്കാത്തത്, എന്നാണ് പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ബൈബിള് വ്യാഖ്യാനിക്കാനായിട്ട് നല്ല അച്ഛന്മാരുണ്ടല്ലോ ഇപ്പോൾ, അഭിഷിക്ത പുരോഹിതര്. അവർ പഠിച്ച് അത് ധ്യാനിച്ച് നല്ല വ്യാഖ്യാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാനെന്തിനും ബൈബിള് വ്യാഖ്യാനിക്കും? ഈ ബൈബിള് എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ട് കളിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള അറിവ് വേണം. പ്രിയ സഹോദരങ്ങളെ, ഈ ചേച്ചിക്ക് അങ്ങനെയുള്ള അറിവൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. അത് എനിക്കറിയാം, അത് സത്യമാണെന്ന്. ചിലപ്പോൾ അത് പങ്കുവെക്കുമ്പോൾ സത്യമല്ല എന്നായിരിക്കും പലർക്കും തോന്നുക. ഞാനതിനെ അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം അവരത് കണ്ടിട്ടില്ല, അവരത് അനുഭവിച്ചിട്ടില്ല. ക്യാൻസർ വന്ന് ആമാശയം പോയതിൻ്റെ അനുഭവങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ. അപ്പം ഞാനിങ്ങനെ വയറുവേദന എടുക്കുന്നു, തല ചുറ്റുന്നു, ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പുറത്തുള്ളവർ പറയും, ഇതെന്ത് കാണിക്കുന്ന, ആളെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആമാശയം പോയത് എൻ്റെ അല്ലേ.
ആ ഒരു അനുഭവം കിട്ടണമെങ്കിൽ ആമാശയം പോവുക തന്നെ വേണം. അപ്പോഴേ അതിൻ്റെ അനുഭവം കിട്ടുള്ളൂ. പ്രിയ സഹോദരൻ, ഞാൻ ഇങ്ങനെ ഇത്രയും തുറന്നു പറയുന്നത്, നമുക്കൊരു അനുഭവം ഉണ്ടായാൽ അത് ഞാൻ സത്യമാണെന്ന് വിചാരിക്കും, എനിക്ക് വിശ്വസിക്കാം. കാരണം നെക്സ്റ്റ് ഡേ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പക്ഷേ കേൾക്കുന്നവർ വിശ്വസിക്കണമെന്നില്ല. എല്ലാവരും എല്ലാതും വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. എന്നെ അങ്ങനെ ഒരു ഡ്യൂട്ടി ഈശോ ഏൽപ്പിച്ചിട്ടില്ല. ഈശോ എന്നോട് പറഞ്ഞതേ ഞാൻ ചെയ്യുന്നുള്ളൂ. നീ കണ്ട കാര്യങ്ങൾ, നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ നീ പറയുക. ചിലരത് വിശ്വാസത്തോടെ സ്വീകരിക്കും, ചിലരത് അവിശ്വാസത്തോടെ സ്വീകരിക്കും. അത് എനിക്ക് ബാധകമല്ല. വിശ്വാസത്തോടെ സ്വീകരിച്ചവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ എല്ലാ അനുഭവങ്ങളും പറയുന്നതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കണം. അത് എനിക്കും പറ്റിയിട്ടില്ല പൂർണ്ണതയിൽ, ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യവിധിയിൽ സ്നേഹം തൂക്കി നോക്കിയിട്ടാണ് വിധി നടക്കുക. സ്നേഹത്തിൻ്റെ പ്രവൃത്തി അതാണ് നോക്കുക. നമ്മൾ കുറേ പഠനങ്ങളൊക്കെ പഠിക്കും, കുറേ വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കും. പക്ഷെ ഇതെല്ലാം നമ്മളെ നയിക്കേണ്ടത് പ്രാർത്ഥനയിലേക്കാണ്, പരിശുദ്ധ കുർബാനയിലേക്കാണ്. കുർബാനയിൽ ആശ്രയിച്ചാൽ എല്ലാമായി. അങ്ങനെ ആശ്രയിക്കുന്ന ഒരാൾ പലതും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമേ ഇല്ല. കുർബാനയിൽ നമുക്ക് എല്ലാം ലഭിക്കും. ഞാൻ ഇന്ന് പറഞ്ഞു വന്നത്, അപ്പോൾ ഒരു സംശയം ആലിസിച്ച് എന്താണ് ഈ ബൈബിൾ വ്യാഖ്യാനിക്കാത്തത്, അതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആലിസേച്ചിക്ക് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാനുള്ള അറിവില്ല. മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പല കാര്യങ്ങൾക്കും വേറെ വേറെ അർത്ഥങ്ങളുണ്ട്, വേറെ വേറെ അർത്ഥങ്ങളുണ്ട്. അത് വ്യാഖ്യാനിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം. ഈ വ്യാഖ്യാനത്തിൽ വ്യത്യാസം വന്നാൽ ആകെ പ്രശ്നമായി മാറും. അതിൽ ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ്റെ ഒരു പ്രസംഗം ഉണ്ടല്ലോ. ഞാൻ ബൈബിളിൻ്റെ നമ്പറുകളൊന്നും പറയുന്നില്ല കേട്ടോ. അണലി സന്തതികളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചോദിച്ച കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ആലിസേച്ചിക്ക് അതിനനുസരിച്ചിട്ടുള്ള അറിവില്ല, ഇതിന് മറുപടി എന്താ പറഞ്ഞ് കൊടുക്കണ്ടേന്ന്. ഞാൻ ഈ 1-2 വാക്യങ്ങളും വചനങ്ങളും ബൈബിളിലത്തെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ആ സംശയം വന്നിട്ടുണ്ടാകാം, എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അണലി സന്തതികളെ എന്ന് യോഹന്നാൻ വിളിക്കുമ്പോൾ നമ്മൾ അണലികളുടെ സന്തതികളല്ലല്ലോ. എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, ചേച്ചി നമ്മൾ അണലി സന്തതികളല്ലല്ലോ, അതെന്താ അങ്ങനെ? അത് നമ്മൾ മനുഷ്യരുടെ സന്തതികളല്ലേ, നമ്മൾ ദൈവത്തിൻ്റെ സന്തതികളല്ലേ, പിന്നെന്താ അങ്ങനെ? അപ്പോൾ ഈ അണലി സന്തതികളെ എന്ന് വിളിക്കാൻ ഒരു കാര്യമുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം അച്ഛന്മാർ പറഞ്ഞു തരും, നല്ല വ്യാഖ്യാനം വരെയുള്ള അച്ഛന്മാർ പറഞ്ഞു തരും. രണ്ടാമതൊരു സംശയം ഒരാൾ ചോദിച്ചതാണ് കേട്ടോ. ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ചരിത്രം വായിച്ചപ്പോഴേ ആദത്തിനും ആദ്യമായിട്ട് ആദത്തിനെയും ഹവ്വായെയുമാണ് സൃഷ്ടിച്ചത് അല്ലേ? ആദ്യ മാതാപിതാക്കൾ, അവരുടെ മക്കളാണ് ആബേനും ഖായേനും. പിന്നെ കുറേ മക്കളുണ്ടായി പിന്നീട്. പക്ഷേ അവർക്ക് ഭാര്യമാരെ എവിടെ നിന്ന് കിട്ടി? അതാണ് എന്നോട് ചോദിക്കുന്നത്. ആദത്തിൻ്റെ മക്കൾക്ക് ഭാര്യമാരെ എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചിട്ട് ഇതിൻ്റെ മറുപടി നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എൻ്റെ വാട്സപ്പിൽ സന്ദേശം അയക്കി. അത് ഫോൺ വിളിക്കരുത് കേട്ടോ, ഫോൺ വിളിച്ച് കഴിഞ്ഞെടുക്കാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. ആദത്തിനും ഹവ്വായ്ക്കും പുത്രന്മാരുണ്ടായി. പിന്നെ പറയുന്നുണ്ട് ആദത്തിന് സേത്ത് എന്നൊരു പുത്രൻ ജനിച്ചു, 130 വയസ്സായിപ്പോൾ. അത് കഴിഞ്ഞ് അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് എന്നൊരു പുത്രനുണ്ടായി. അപ്പോൾ ഇവരെന്നോട് ചോദിച്ച ചോദ്യം ഇത്രയാണ്: ഈ കായേനും ആബേനും സേത്തിനും ഒക്കെ ഭാര്യമാരെ എവിടെ നിന്ന് കിട്ടി? ഭാര്യമാരെ എവിടെ നിന്ന് കിട്ടി? കാരണം ആദ്യത്തെ മാതാപിതാക്കൾ ആദവും ഹവ്വയുമാണ്. അവരിൽ നിന്നാണ് ജനങ്ങൾ ഉണ്ടായേക്കണത്.
അപ്പം ഈ ഭാര്യമാരെ ഇവിടെ നിന്ന് കിട്ടി. പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ വ്യാഖ്യാനം ഈ ആലീസ് ചേച്ചി എന്ത് പറഞ്ഞു കൊടുക്കും? അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും നല്ല വചന വ്യാഖ്യാനമുള്ള പുരോഹിതന്മാരോട് ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ എനിക്കും സന്തോഷം. ഞാൻ പക്ഷെ അതിനൊരു ഉത്തരം കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാനിതുപോലൊരു പുരോഹിതനോട് ചോദിച്ചു, അച്ഛൻ ഇങ്ങനൊരു സംശയം ഉണ്ടല്ലോ. അപ്പം എനിക്ക് പറഞ്ഞു തന്ന മറുപടി എന്താണെന്നറിയോ? എൻ്റെ വ്യാഖ്യാനമല്ല കേട്ടോ, ഞാൻ ബൈബിളിനെ തൊട്ട് കളിക്കില്ല, എനിക്ക് അതിനുള്ള അറിവില്ല. ആ പുരോഹിതൻ എന്നോട് പറഞ്ഞത്, ഈ ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചു, ആദ്യത്തെ മാതാപിതാക്കന്മാരായിട്ട്. പിന്നെ ദൈവം ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല അവരെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് വേറെയും മാതാപിതാക്കന്മാരെ എവിടെയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടാകാം, വേറെ എവിടെയെങ്കിലുമൊക്കെ സൃഷ്ടി നടന്നിട്ടുണ്ടാകാം. ആദ്യത്തെ മാതാപിതാക്കളാണ് ആദവും ഹവ്വയും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വേറെ വേറെ ദേശങ്ങളിലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, സൃഷ്ടിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവരിൽ നിന്ന് മക്കളെ സ്വീകരിച്ചിട്ടുണ്ടാകാം, അങ്ങനെ പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബൈബിൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അണലി സന്തതികളെ, ആ അണലി എന്ന് വിളിച്ചതിന് കുറേ വ്യാഖ്യാനം ഉണ്ടാകും. അതിപ്പോൾ വ്യാഖ്യാനത്തിൻ്റെ ഒരു ബൈബിൾ വചനം ഞാനതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കുറേ സംശയങ്ങൾ അങ്ങനെ ദൂരീകരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു സംശയം ബൈബിളിൽ എന്നോട് ചോദിച്ചതാണ് കേട്ടോ. ഇനി ബൈബിളിൽ വേറൊരു പ്രശ്നം പിടിച്ചൊരു വചനം കിടക്കുന്നുണ്ട് വ്യാഖ്യാനിക്കാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്ക്. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ യൂത്തിൽ ചില കുസൃതി ചോദ്യം അല്ലെങ്കിൽ കുനിഷ്ട ചോദ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളെ തറ പറ്റിക്കാനായിട്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കും, കണ്ടോ മത്തായി 1:25 പറഞ്ഞിട്ടുണ്ട് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം, അതിൻ്റെ അർത്ഥം പുത്രനെ പ്രസവിച്ചതിന് ശേഷം അവൻ പരിശുദ്ധ മറിയം ഔസേപ്പിതാവിനെ അറിഞ്ഞു, അവർക്ക് വീണ്ടും പരപരാധന മക്കളുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് വചനം. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം സാധാരണ രീതിയിൽ മക്കളുണ്ടായിട്ടുണ്ട് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ മറുപടി ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും? നല്ല ബുദ്ധിയും വരവുള്ള അച്ഛന്മാർക്ക് ഇതിൻ്റെ മറുപടി അറിയാം. അപ്പോൾ ബൈബിളിൽ വരുന്ന സംശയങ്ങളാണ് കേട്ടോ. അതിന് കുറേ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ട്രാൻസ്ലേഷൻ്റെ വന്ന വ്യത്യാസങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതുപോലൊരു വചനം പഴയ നിയമത്തിൽ കിടക്കുന്നുണ്ട്. 2 സാമുവൽ 6:23 സാവൂളിൻ്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. ഞാൻ അതിന് കൊടുത്ത മറുപടി ഇതാണ്. 2 സാമുവൽ 6:23 സാവൂളിൻ്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. അതായത് മരണം വരെ അവൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം മരണത്തിന് ശേഷം കുട്ടികളുണ്ടായി എന്നല്ലേ? എന്നോട് ചോദിച്ച യുവാവിനോട് ഞാൻ പറഞ്ഞു, ഇതല്ലേ മോനെ പുതിയ നിയമത്തിന് പറഞ്ഞിരിക്കുന്നത്, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അപ്പം നീ വ്യാഖ്യാനിച്ചു പുത്രനെ പ്രസവിച്ചതിന് ശേഷം അവൾ അവനെ അറിഞ്ഞു. ഇവിടെ നീ എങ്ങനെ വ്യാഖ്യാനിക്കും? സാവൂളിൻ്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. അപ്പോൾ സാവൂളിൻ്റെ പുത്രി മിഖാലിന് ഈ കന്യകാമറിയത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സാവൂളിൻ്റെ പുത്രി മിഖാലിന് മരണത്തിന് ശേഷം കുട്ടികളുണ്ടായി അല്ലേ? അപ്പോൾ അവൻ തല കുമ്പിട്ടു. അതിപ്പോൾ അതിന് മറുപടി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത എൻ്റെ ഒരു മറുപടി ഈ വരെ എന്നുള്ളതൊക്കെ ട്രാൻസ്ലേഷനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മരണത്തിന് ശേഷവും
മരണം വരെയും അതിനുശേഷവും, പരിശുദ്ധ കന്യകാമറിയം പുത്രനെ പ്രസവിക്കുന്നത് വരെയും അതിനുശേഷവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം. എങ്കിലോ എനിക്കറിയില്ല കേട്ടോ, അറിയാത്ത കാര്യങ്ങൾ പറയുന്ന പതിവ് എനിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം, ഇങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം ബൈബിള് വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ബൈബിള് വ്യാഖ്യാനിച്ച് ബൈബിളിലത്തെ നമ്പേഴ്സൊക്കെ പറഞ്ഞ് അങ്ങനെ കോട്ടിയും കൊടുത്തൊന്നും പറയാത്തത്. എൻ്റെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഈശോ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓപ്പറേഷന് കൊണ്ടുപോയി എനിക്ക് ഓർമ്മയില്ലാത്ത അവസരത്തിൽ ഞാനൊരു ദർശനം കണ്ടു. അത് സ്വർഗമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ കിടക്കേണ്ട ശുദ്ധീകരണ സ്ഥലം ആണെന്ന് ഞാൻ പറയും. ശുദ്ധീകരണ സ്ഥലമാണെന്ന് ഞാൻ പറയും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടതും അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞതും, പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെ പോകാൻ പറഞ്ഞാലൊന്നും പോകില്ല. വിശുദ്ധിയുടെ വസ്ത്രമുണ്ടോ എന്നതാണ് അവിടുത്തെ പ്രധാനം. ജാതി മതവും സമ്പത്തും പണ്ഡിതനും പാമരനും ഒന്നുമല്ല. ഞാനിവിടെ എത്ര നിങ്ങൾക്ക് പങ്കുവച്ചാലും എത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാലും അതൊന്നും എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് പ്രയോജനമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് സ്നേഹമില്ലാത്ത, എളിമയില്ലാത്ത, കരുണയില്ലാത്ത ഒരു ജീവിതമാണ് എങ്കിൽ ഞാൻ ഒരിക്കലും വലത്ത് പോകില്ല. നമ്മളിപ്പോൾ ഈ വ്യാഖ്യാനങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേൾക്കുമ്പോഴും നമ്മളിത് കേട്ട് ഇങ്ങനെ അറിവ് വർദ്ധിപ്പിച്ചത് കൊണ്ടായില്ല. ഞാൻ ഇത്ര ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന ക്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ലോകാവസാനം ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ഇങ്ങനെയാണെന്ന് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്നേഹം, 1 കൊരിന്ത്യർ 13 പറഞ്ഞ പോലെ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. മരണത്തിൻ്റെ ചീട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് ഒട്ടുമിക്ക പ്രവർത്തികളും ചെയ്യുന്നത്. ഈ ഒരു പങ്കുവെക്കൽ പോലും എന്തിനാണെന്നോ, എൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കുറച്ച് പ്രാർത്ഥന കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിശുദ്ധ കുർബാന കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് എൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഞാൻ കാണുന്നത്. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ച സംശയത്തിൻ്റെ ഒരു മറുപടിയാണ് ഇപ്പം ഞാൻ തന്നത്. അതായത് ഈ ബൈബിള് വ്യാഖ്യാനിക്കാനുള്ള വരം എനിക്കുണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല, അറിവില്ല. എനിക്കത് വ്യാഖ്യാനിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ സംശയങ്ങളാണ് 1-2 ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇട്ട് തന്നത്. നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആ പയ്യനുണ്ടായിട്ടുള്ള സംശയം എനിക്കും കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിന് വല്ല വ്യാഖ്യാനങ്ങളോ മറുപടികളോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. അതായത് ഈ ആദത്തിനും ഹവയ്ക്കും ആബേലും കായേലും മാത്രം ഉണ്ടായുള്ള സേത്തും പിന്നെ എങ്ങനെ ഇവർക്ക് ഭാര്യമാരെ കിട്ടി? ഞാൻ അങ്ങനെ ഒരുത്തന്നെ എന്നോട് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ക്രിസ്തുമസ് എന്നാണെന്നറിയൂ? ഡിസംബർ 25 തന്നെയാണോ ക്രിസ്തുമസ്? അപ്പം ഞാൻ പറഞ്ഞു ഡിസംബർ 25 ആണെന്ന് തോന്നണില്ല. ഞാൻ പഠിച്ച പഠനപ്രകാരം നിസാൻ മാസം 14-ാം തീയതി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പം പിന്നെ എന്താ ഈ ക്രിസ്തുമസിൻ്റെ പിന്നിലെ കാര്യം? ഡിസംബർ 25 തീയതി ഒന്നല്ലല്ലോ ക്രിസ്തുമസ്. ഞാൻ പോട്ടടാ, ക്രിസ്തുമസ് ഡിസംബർ 25 തീയതി അല്ല. അപ്പം ചേച്ചിക്ക് അറിയുമെന്ന്. ഞാൻ അയ്യോ മോനെ, ഞാൻ ആ സമയത്ത് കന്യകാമറിയത്തിൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ എന്നാണ് ശരിക്കും പ്രസവിച്ചത് എന്ന്. ഇനി പോട്ടെ, കന്യകാമറിയം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചേനെ, എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ പരിശുദ്ധ അമ്മ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, ദർശനത്തിലേ ഉള്ളൂ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് ആ ഗുഹയിലുണ്ടായിരുന്നെങ്കിലും മോനെ ശരിക്കും ചോദിച്ചേനെ ഇത് എപ്പോഴാണ് പ്രസവിച്ച, ഏതാ ഡേറ്റ് എന്ന്. അപ്പം അവൻ അത് ചേച്ചി തർക്കുത്തരം പറയാന്തല്ലേ. ഞാനല്ലാതെ ഞാൻ എന്താ പറയുക? കന്യകാമറിയം എപ്പോഴാണ് പ്രസവിച്ചെന്ന് ആർക്കറിയാം? ഒക്കെ പഠനങ്ങളുടെ വെളിച്ചത്തിലല്ലേ. ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കാം, നീ ഈശോനെ വിശ്വസിക്കുന്നുണ്ടോ? അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും ഈശോനെ പ്രസവിച്ചു എന്ന് വിചാരിച്ചു. ആ പ്രസവിച്ച സമയമാണ് ക്രിസ്തുമസ്. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ജനിക്കാൻ തുടങ്ങിയ നീ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിച്ചോ? ആ ക്രിസ്തു പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിച്ച് നടന്നാൽ മതി. കൂടുതൽ എല്ലാത്തിൻ്റെ ആധികാരികതയും ഡേറ്റും കാര്യങ്ങളൊന്നും അറിയണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ പൂർവികമായിട്ട് ഈ അമ്മാമ്മമാർക്ക് അപ്പാപ്പന്മാർക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്ന
ഈശോ എന്നാ ജനിച്ച്, എവിടെയായിരുന്നു ഇവൻ, എവിടെയായിരുന്നു അവള്, ഇതൊക്കെ അവർക്ക് വല്ല അറിവുണ്ടായിരുന്നു. അവരും ജീവിച്ച് വിശുദ്ധരായിട്ട് പോയില്ലേ. അപ്പം അതുകൊണ്ട് കൂടുതൽ അന്വേഷണമൊന്നും വേണ്ട. നീ ഇപ്പം നിന്റെ സ്വന്തം അമ്മേനെ സ്നേഹിക്കാൻ നോക്ക്. അവൻ പെറ്റ അമ്മേനെ വിഷമിപ്പിച്ച് നടക്കുന്നൊരു മകനാണ് കേട്ടോ. പെറ്റ അമ്മോട് സംസാരിക്കില്ല. അവനാണ് കന്യകാമറയും പ്രസവിച്ചത് ഏത് സമയത്താ ഏത് മാസമാണെന്ന് നോക്കി നടക്കണേ. ഞാൻ പറഞ്ഞു, മോനെ കന്യകാമറി എപ്പോഴേലും പ്രസവിച്ചോട്ടെ, പ്രസവിച്ച സമയം ക്രിസ്തുമസ്, ഏപ്രില്, മെയ്യില്, ജൂണില്, ജൂലൈയില് എപ്പോഴേലും പ്രസവിക്കട്ടെ. ഓരോ ഡേറ്റുകളും അങ്ങനെ വെച്ചാൽ മതി. നീ ഇപ്പം നിന്റെ അമ്മേനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുണ്ടോ? നിന്റെ അമ്മേനെ നിനക്ക് എന്തോരം കുറവല്ലേ? മിണ്ടണില്ല പെറ്റമ്മോട്. കല്യാണം കഴിഞ്ഞതാ കാര്യം. ഇവരാണ് ഡേറ്റും കാലം നോക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു വന്നത്, എത്ര ഡേറ്റ് അറിഞ്ഞാലും എത്ര അറിവുകളുണ്ടെങ്കിലും ഈ അറിവുകളൊന്നും, ഇത്രമാത്രം അറിവുകൾ നിനക്ക് കിട്ടിയല്ലേ, നീ വലത്തോട്ട് വാ എന്ന് ഈശോ പറയില്ല. അതിൻ്റെ വിധി എവിടെയാണ്, എന്താണ് അതിൻ്റെ ബേസ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയണ്ട. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. അതായത് ചുരുക്കത്തിൽ സ്നേഹമാണ് സർവ്വർക്കും ഇഷ്ടം. അങ്ങനെ സ്നേഹത്തിൽ എല്ലാവരും ക്ഷമിക്കാൻ പറ്റണം. അത് വിചാരിച്ചിട്ട് നമ്മൾ വിശുദ്ധരൊന്നല്ല. ദേഷ്യപ്പെടില്ല, കോപിക്കില്ല, തെറ്റ് ചെയ്യില്ല, നമുക്ക് അങ്ങനെ സ്നേഹത്തിൽ തന്നെ എപ്പോഴും നിൽക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമ്മൾ ഈ കുടുംബജീവിതത്തിൽ, ഈ സമൂഹ ജീവിതത്തിൽ നമുക്ക് എന്നുണ്ടാകും നമ്മളെ വേദനിപ്പിക്കുന്നത്. നമ്മളൊരാൾ പെട്ടെന്ന് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമോ? വയ്ക്കില്ല. നമുക്ക് ദേഷ്യം വരും. ഇനി നമ്മളങ്ങനെ ട്രൈ ചെയ്യും. അവരെന്തിനും പറയട്ടെ, അവർക്ക് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ കയറും, നമുക്ക് പാപവും ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ. അങ്ങനെ മനുഷ്യൻ തിന്മയോട് യുദ്ധം ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കുകയാണ്. കാരണം ഇത് അവസാനത്തെ മണിക്കൂറാണ്. ഇത് അവസാനത്തെ മണിക്കൂറാണ്. ഫൗസ്റ്റീന അമ്മയോട് പറഞ്ഞതുപോലെ കരുണയുടെ നിമിഷങ്ങളാണിതൊക്കെ. ഈ കരുണ നിൽക്കും. ഇനി നീതിയുടെ വിധിയാളനായിട്ട് വരുമ്പോൾ ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ട വിശുദ്ധിയുടെ കരുത്തുണ്ടാകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് എല്ലാത്തിൻ്റെയും ഡേറ്റും ആധികാരികതയും ചരിത്രവും ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അറിഞ്ഞാൽ നല്ലത്. പക്ഷേ ഈ അറിവുകളൊക്കെ നമ്മെ നയിക്കേണ്ടത് നിന്റെ വ്യക്തി ജീവിതത്തിൽ നിനക്ക് എളിമപ്പെടാൻ പറ്റുന്നുണ്ടോ? നിന്റെ ജീവിത പങ്കാളിയോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മായിയമ്മയോട്, സഹോദരങ്ങളോട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആരാധനാലയത്തിൽ പോയപ്പോൾ ഒരു അമ്മച്ചനോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുമോ? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ എന്നെ എതിർപ്പായെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങനെയൊന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഈശോ എന്നോട് 4 വർഷമായിട്ട് പാപത്തിൻ്റെ പരിഹാരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ എൻ്റെ ശരീരത്തിലും എൻ്റെ ആത്മാവിനും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെയൊക്കെ പാപത്തിന് പരിഹാരം. ഇനി അവർക്ക് വെറുപ്പ് വരാൻ നമ്മളിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ പരിഹാരം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അവസാന കാലത്തിൽ നിങ്ങൾ പരിഹാര പ്രാർത്ഥന ചൊല്ലാൻ. മാപ്പ് പറയല് എളിമയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് മാപ്പ് പറയൽ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഈ പങ്കുവെക്കലിൽ 3-4 ചോദ്യങ്ങൾ തന്നു. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാത്തതിൻ്റെ കാരണമാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ, ഇതുപോലെ അനേകം കാര്യങ്ങളുണ്ട് നമുക്കറിയാത്തത്. അതുപോലെ ഇപ്പോൾ വരുന്നൊരു സംഭവമാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പല ആളുകളും പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ട് ഈ ജനത്തിന് മുഴുവൻ സംശയമാണ്. സംശയങ്ങൾ മുഴുവൻ അവരെന്നോടാണ് ചോദിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ അവരോട് ഒരു പരിധി വരെ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ബോധ്യം കിട്ടിയത്? അവിടുത്തെ ആ പറഞ്ഞ ആളോട് തന്നെ ചെന്ന് ചോദിക്ക് ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്. അതിൽ ഒരു വലിയ ഒരു സംശയമായിരുന്നു. ഞാൻ നിങ്ങളോട് മുമ്പ് കുറച്ച് പങ്കുവെച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കുന്നത് പാപമാണോ? മരിച്ചവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണോ? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന പോലെ മരിച്ചു പോയാൽ നമ്മൾ പറയില്ലേ, മരിച്ചു പോയ ചുമരുമ കയറും. അത് സന്യാസ ഭവനങ്ങളിലും നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളൊക്കെ അറിയാലോ, മരിച്ചുപോയവരുടെയൊക്കെ ഫോട്ടോ വയ്ക്കില്ലേ. അപ്പം ഞാനത് എൻ്റെ അറിവിൻ്റെ പരിധിക്കൂടി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കുക, അത് പറഞ്ഞ ആൾ കൃത്യമായി പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്.
മരിച്ചവരുടെ ഫോട്ടോ വെക്കുന്നത് കൊണ്ടോ മരിച്ചവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റും നമ്മുടെ സഭ പഠിപ്പിക്കുന്നില്ല. അവരുടെ സാധനങ്ങളൊക്കെ വിഗ്രഹങ്ങളായിട്ട് സൂക്ഷിക്കുമ്പോഴാണ് അത് തെറ്റ്. ഞാനത് 1-2 സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ശവകുടീരത്തിൽ നിന്ന് അവരുടെ ശരീരത്തിൻ്റെ അംശങ്ങളൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കുക. ഈ അടുത്ത ഉടനെ ഈ ആത്മാക്കളെ കുറിച്ച് പറയുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത്. ഒരു സഹോദരി ചോദിച്ചു, ഞാനിങ്ങനെ മരിച്ച ആളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു മുടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത് ഭയങ്കര തെറ്റാണത്. മരിച്ചവർ മരിച്ചുപോയി, അവർ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് ഇനി എത്ര നാൾ കിടക്കും, അവർ സ്വർഗത്തിൽ പോയി. അതാണ് ഞാൻ രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം അതാണ്. ഇത്രയും ഞാൻ ഇൻട്രഡക്ഷൻ തന്നത്, ഞാൻ പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിവില്ല. എന്നോട് സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളും കാണിച്ചു തരുന്ന കാര്യങ്ങളും അത് ചെറുതാണെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്കതൊരു അനുഭവമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ എല്ലാത്തിൻ്റെ ആധികാരികതയൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, മുടി വയ്ക്കുന്നത്, മുടി ഒന്ന് എടുത്തു വെച്ചിട്ട് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, കുഴപ്പമുണ്ട്. നിന്റെ മനസ്സിൽ വിഗ്രഹമായിട്ട് വരേണ്ടത് ഈശോയാണ്, ദൈവമാണ്. ആ ദൈവത്തിലേക്ക് എത്താനാണ് നമ്മൾ ഈ കണ്ട അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മരിച്ചുപോയവരുടെ മുടിയും കയ്യും കാലൊക്കെ എന്തിനെടുത്ത് വയ്ക്കുന്നത്? മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മുടെ സഭ നമ്മളോട് പറയുന്നു, അവരെ ഓർക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുർബാന അർപ്പിക്കണം. തിരുസഭയുടെ, നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 267 പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്യാം. ജോബിന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിന്റെ ബലി വഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകും എന്നതിൽ നാം എന്തിന് സംശയിക്കണം? മരിച്ചവരെ സഹായിക്കുന്നതിലും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ശങ്കിക്കരുത്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി സൽകൃത്യങ്ങൾ ചെയ്യണം. അവർ ചെയ്ത പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്താൽ അവർക്ക് വിടുതൽ കിട്ടും. അവരെ വിഗ്രഹങ്ങളായിട്ട് കൊണ്ടു നടക്കരുത്. ഒരു ഫോട്ടോ വെച്ച് മാലയിട്ടുകൊണ്ട് ഒരു ആപത്തും സംഭവിക്കില്ല. പക്ഷേ പ്രാർത്ഥനാ സ്ഥലത്ത് തിരുഹൃദയ രൂപത്തിന്റെ ഒപ്പം ഈ മരിച്ചവരുടെ ഫോട്ടോ വെക്കരുത്. അത് ശരിയല്ല. എൻ്റെ വീട്ടിൽ കയറി വരുമ്പോഴേ മരിച്ചവരുടെ ശുദ്ധീകരാത്മാക്കളുടെ സ്ഥലം എന്ന് ഞാൻ പറയാം. എനിക്ക് എൻ്റെ മരിച്ചവരെയൊക്കെ ഫോട്ടോ കിട്ടുമ്പോൾ അത് കളയണ്ടെന്ന് വെച്ചാൽ ഞാൻ അവരെ വെക്കും. ആ വെച്ചത് തന്നെയേ ഉള്ളൂ. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും പാപമല്ല. പിന്നെ അവിടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതും പാപമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആള് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ഓടി നടക്കുന്നത്. മരിച്ചവരുടെ കൊന്ത പിടിച്ച പ്രശ്നമുണ്ടോ, കസേരയിലിരുന്ന പ്രശ്നമുണ്ടോ, കട്ടിലുമിരുന്ന പ്രശ്നമുണ്ടോ, തീയിട്ട് കത്തിക്കണോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പറയരുത്. കാരണം നിങ്ങൾ അങ്ങനെ തീയിട്ട് കത്തിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അപ്പൻ്റെയും ഭർത്താവിൻ്റെയും ബാങ്ക് ബാലൻസ് തീയിട്ട് കത്തിക്കണം. അത് കത്തിക്കാൻ പറ്റുമോ? അവരുടെ സാധനങ്ങളല്ല, അവരുടെ പൈസയല്ലേ ഉപയോഗിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്തും നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ സൂക്ഷിച്ച് വ്യാഖ്യാനിക്കണം. നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ കൊണ്ടുവന്ന വിശ്വാസങ്ങളും തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ജനം കിടന്ന് വിഷമിക്കുക. എനിക്ക് വരുന്ന ഫോൺ കോളുകൾ, ഞാൻ ഫോൺ എടുക്കാറില്ല, മെസ്സേജുകൾ കണ്ടാൽ അറിയും. എനിക്കറിയാം എവിടെയോ ഒരു പുതിയ ടോക്ക് വന്നിട്ടുണ്ട്. അതാണ് അവരിപ്പോൾ എന്നെ ആശ്രയിക്കുന്നത്. അവർ പറയും, സമാധാനം ഇല്ല ചേച്ചി, ഞാൻ എൻ്റെ അപ്പൻ്റെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ അമ്മേരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, സാരി ഉടുക്കാറുണ്ട്, പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ട ആ ഒരു സ്രോതസ്സിൽ നിന്ന് ശരിക്കല്ല കേട്ടിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടില്ല, വ്യക്തമായി പഠിപ്പിച്ചില്ല. ആ വ്യക്തമായി പഠിപ്പിക്കാത്തത് കൊണ്ടാണല്ലോ ജനം ഇങ്ങനെ ഓടി നടക്കണത്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പക്ഷെ വിഗ്രഹമാക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഒരു സംശയം വന്നു. മരിച്ചു പോയവരുടെ ആത്മാക്കൾ ദുരാത്മാക്കളായിട്ട് നമ്മളെ പീഡിപ്പിക്കുകയോ, നമ്മളെ പേടിപ്പിക്കുകയോ, നമ്മെ ഉപദ്രവിക്കുകയോ? എന്താ സ്ഥിതി?
എത്ര വലിയ അബദ്ധമാണ് മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞത്. ഒരുപാട് ആളുകൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ചേച്ചി എൻ്റെ അമ്മ വളരെ അമ്മായിമ്മ ഭയങ്കര ക്രൂരത ചെയ്ത വ്യക്തിയാണ്, ആള് പിശാചായിട്ടുണ്ടാവുമല്ലേ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനത്തെ ബോധ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്? മരിച്ചു പോയവരൊക്കെ തെറ്റ് ചെയ്തു എന്ന് വെച്ച് അവരൊക്കെ പിശാചായി മാറാണോ? എന്നിട്ട് അവർ പറഞ്ഞത് അവര് വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നു. അപ്പോൾ മരിച്ചു പോയവരെ നിങ്ങൾ നോക്കിച്ച്, ഈ മരിച്ച ആരെങ്കിലും കൊലപാതകം ചെയ്തു കൊന്നിട്ട് ആ ആള് മരിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ കേസും കോടതിയൊക്കെ വേണോ? ഈ മരിച്ചുപോയ ആള് പിശാചായി വന്നിട്ട് കൊന്ന ആളെ തിരിച്ചു കൊല്ലാനായിട്ട് വല്ല വിഷമമുണ്ടോ? പിന്നെ എന്തിനാ പോലീസ് ഇങ്ങനെ മരിച്ചു പോയവരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ദുരാത്മാക്കളായിട്ട് പിശാചാക, ദുരാത്മാവെന്ന് പറഞ്ഞ പിശാചായി വന്നിട്ട് ഈ ഭൂമിയിൽ പ്രതികാരം ചെയ്യുമെങ്കിൽ ഈ കള്ളക്കേസുകൾ, എത്രയോ കേസുകൾ, കൊലപാതകങ്ങൾ തെളിയാതെ പോയേക്കണം. അപ്പോൾ ആ ആളുകളുടെ ആത്മാക്കൾക്കൊക്കെ വന്നിട്ട് ഇവരെ നാട്ടിൽ ഭൂമിയിൽ അവരെ കൊന്നവരെയൊക്കെ കൊന്നോടെ തിരിച്ച് മരിച്ച് പ്രേതങ്ങൾക്ക് കൊല്ലാലോ. അങ്ങനെയല്ലേ? ജീവന്റെയും മരണത്തിൻ്റെയും നാഥൻ എൻ്റെ കർത്താവാണ് എന്ന വചനം നിങ്ങൾ മറക്കല്ലേ. മരണത്തിൻ്റെ മേലെ അധികാരമുള്ളവൻ ദൈവമാണ്. ജനിക്കോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, മരിക്കും എന്ന് നമുക്കറിയാം. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും നാഥൻ നമ്മുടെ കർത്താവാണ്. പിശാച് ആരെയും കൊല്ലുന്നില്ല. അങ്ങനെ പിശാച് ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തോ കുറവുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയാനായിട്ട് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ശാപദോഷം ചെയ്തിട്ടുണ്ടാകാം. അത് വിചാരിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ അഹങ്കാരികളായിരിക്കാം. മരിച്ചു പോയാൽ അവർ പിശാചായിട്ട് തിരിച്ചു വരുമോ? ഇല്ല കേട്ടോ. അങ്ങനെ എനിക്ക് എൻ്റെ ഈ 30 വർഷത്തെ ശുദ്ധീകരണാത്മാക്കളെ കണ്ട അനുഭവത്തിൽ ആരും അങ്ങനെ പിശാചുക്കളായിട്ട് തിരിച്ചു വരും. നമ്മുടെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സഭ നമ്മളോട് പറയുന്നത് കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ, മാർക്കോസ് 16:17 പറയുന്ന പോലെ ഒന്നും നിന്നെ ഏൽക്കില്ല, മാരകമായത് എന്ത് കുടിച്ചാലും നിനക്ക് ഏൽക്കില്ല. കൂടോത്രം ചെയ്യും പലരും, ഉണ്ട്, ശക്തിയുണ്ട്, പിശാചിന് ശക്തിയുണ്ട്. പിശാച് ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിശാചുണ്ട്, പിശാചും നമ്മളും തമ്മിലുള്ള യുദ്ധമാണ് ഈ ജീവിതം. പിശാചിന് അടിപ്പെടാതെ മാലാഖമാർക്ക് അടിപ്പെട്ട് ഈശോയിൽ ഒന്നാകാനാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കയറി വന്ന് പിശാച് നമ്മളെ കൊല്ലും, കൂടോത്രം ചെയ്തിട്ട് നമ്മളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ വൈരാഗിയുള്ളവർക്കൊക്കെ കൂടോത്രം ചെയ്ത് കൊന്നൂടെ? ഈ കൂടോത്രം നമുക്ക് ഫലിക്കണമെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ്? നമ്മളിൽ വിശുദ്ധി ഇല്ലെങ്കിൽ, നമ്മളിൽ പാപമാണെങ്കിൽ, നമുക്ക് വിശ്വാസമില്ലെങ്കിൽ കൂടോത്രം ഫലിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ വീടിൻ്റെ മുമ്പിൽ എന്നും ഒരു ചരടും ഒരു മഞ്ഞൾപ്പൊടിയും മുട്ടയുടെ തൊണ്ടൊക്കെ കൊണ്ടുവന്ന് വെക്കുകയെന്ന്. ഞാൻ പറഞ്ഞു, അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? മഞ്ഞൾപ്പൊടി ഉണ്ട്, നല്ല സാധനം. ചരട് തിരികെ എത്തിക്കാൻ കൊള്ളാം. പിന്നെ മുട്ടയുടെ തൊണ്ട്, നീ അത് ഇടിച്ചു പൊടിച്ചിട്ട് റോസപ്പൂവിന് ഇടറാന്ന് പറഞ്ഞു ഞാൻ. അപ്പം അത്രേ ഉള്ളല്ലേ, അല്ലാണ്ട് പിന്നെ. അപ്പം അത് ശരി, ഞാൻ പറഞ്ഞു നമ്മളെ ഭയപ്പെടുത്താനായിട്ട് പലരും ചെയ്യും, നീ ആ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തേനെന്ന്. അപ്പോൾ ഇത് യേശുവിനില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ കോഴീനെ കൊന്ന് ഇടാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. ആ കോഴീൻ്റെ അടുത്ത് നീ കുഴി കുത്തി നിന്റെ തെങ്ങിൻ്റെ കടയ്ക്ക് വളമായിട്ടിട്. പ്രിയ സഹോദരങ്ങളെ, കൂടോത്രത്തിന് കഴിവുണ്ട്, ശക്തിയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് എൻ്റെ അപ്പനോട് ഒരാൾ പറഞ്ഞത്, നീ 12 കൊല്ലത്തേക്ക് എഴുന്നേൽക്കില്ലടാ എന്ന് പറഞ്ഞു പോയതാ. എൻ്റെ അപ്പൻ മദ്യപാനിയായി. 12 കൊല്ലത്തേക്ക് ഞങ്ങൾ കഷ്ടപ്പാടിലായി. പക്ഷെ അപ്പൻ വിശ്വസിച്ചിട്ടില്ല. അപ്പൻ എപ്പോഴും ഈശോയിലാണ് വിശ്വസിക്കുക. ഒരു പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ അപ്പൻ. പക്ഷേ ദൈവവിശ്വാസമുണ്ട്. മദ്യപാനിയായിപ്പോയി, എന്ത് ചെയ്യാം. പക്ഷേ ആ കൂടോത്രം ചെയ്തവൻ എൻ്റെ അപ്പനെ കൊല്ലാനായിട്ട് സാധിച്ചില്ല. എൻ്റെ അപ്പൻ സാധാരണ രീതിയിൽ മരിച്ചുപോയി, രോഗം വന്നു. പക്ഷേ
അപ്പനില് ആ വിശ്വാസത്തിൻ്റെയോ പ്രാർത്ഥനയുടെയോ എന്തോ കുറവ് കൊണ്ടാണ് ഇങ്ങനെ അടിമയാകേണ്ടി വന്നത് മദ്യത്തിന്. പിശാചിനോട് നമ്മൾ യുദ്ധം ചെയ്യണം. പക്ഷേ ആ ചെയ്തു എന്ന് പറഞ്ഞ ആള് പിന്നെ ചങ്ങലക്കിട്ടിട്ടാണ് മരിച്ചത്. അത് ഓർക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മരിച്ചു പോയവരൊക്കെ അവർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു, കോപം ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു, വ്യഭിചാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിശാചായി തിരിച്ചു വരില്ല. നിനക്ക് നിന്റെ സ്വഭാവത്തിന് ഇങ്ങനെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതായിരിക്കാം, പാരമ്പര്യമായിട്ട് നമുക്ക് ആ കിട്ടും. അതിൽ നിന്ന് നമ്മൾ മോചനം നേടണം. നമ്മൾ ഈശോയുടെ തിരുരക്തം ഒഴുക്കി നമ്മൾ നന്നാവണം. അതിന് മരിച്ചുപോയവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ ഈ അടുത്ത ഉടനെ കുറേ ആളുകൾ എന്നോട് വന്ന് ചോദിച്ചു, മരിച്ചുപോയി എൻ്റെ അമ്മായിയുടെ മകനെ, അവൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു ചേച്ചി, ഭയങ്കര എല്ലാവരെയും തകർക്കാൻ നോക്കിയിരുന്നു, അവൻ ഇതുപോലെ പിശാചായിട്ടുണ്ടാവോ? എന്തായി? ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്കിതിനൊന്നും മറുപടി പറയാനായിട്ട് അറിയില്ല, പക്ഷെ നിങ്ങളുടെ ബോധ്യം ശരിയല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സംശയം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ സംശയങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് മരിച്ചുപോയവരെ കുറിച്ച്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, പഠനങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമെടുത്ത് വായിച്ചാൽ കുറേ സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും. സഭയിൽ പറയുന്നുണ്ട്, പഠനങ്ങളിൽ പറയുന്നുണ്ട്, നമുക്ക് മരിച്ചുപോയവരെ ഓർക്കാം, സഹായിക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ ഇനി ഈ ഒരു പങ്കുവയ്ക്കൽ വീണ്ടും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്കെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എല്ലാ അറിവുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ എത്തേണ്ടത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ. നീ എത്ര അറിവുള്ളവനായാലും എത്ര അറിവ് കേട്ടാലും നിനക്ക് നേരെ വരുന്ന ഒരാളെ നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് അറിവ്? നിനക്ക് എളിമപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് അറിവ്? അറിവ് കൊണ്ട് എന്ത് പ്രയോജനം? ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ളത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധിയാണ്. എല്ലാ ധ്യാനങ്ങളും പോകും, എല്ലാ ധ്യാനങ്ങളും ടോക്ക് കൊടുക്കും, അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തും. നീ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചതിയും വഞ്ചനയും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ മുമ്പിലേ നമുക്ക് മുഖം മൂടിയിടാൻ പറ്റുള്ളൂ. അന്ത്യവിധിയിൽ എല്ലാവർക്കും എല്ലാം വെളിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ പാപങ്ങൾ വിളിച്ചു പറയും. നീ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ഓരോരുത്തരെ ചതിയിൽ പെടുത്തിയിട്ടുള്ളത് അതൊക്കെ വെളിവാക്കപ്പെടും. അപ്പോൾ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഞാനീ കൊടുക്കുന്ന പോലെയുള്ള യൂട്യൂബിൽ ഞാനിങ്ങനെ കൊടുക്കുന്നതോ ഒക്കെ കർത്താവ് കാണുന്നുണ്ട്. നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണ്. ഈ അറിവുകൾക്കൊക്കെ പിന്നാലെ ജനം ഓടി നടക്കുമെന്ന പ്രവചനങ്ങളുണ്ട്. അവിടെ എന്താ അപകടം സംഭവിക്കുന്നു? പ്രാർത്ഥന കുറയുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എലിസബത്ത് സാൻഡയുടെ ഡയറിയെ ഞാനിപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ അമ്മ പറഞ്ഞില്ലേ, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയെ ഓർത്ത് ധ്യാനിച്ച് ഒരു നന്മ നിറഞ്ഞ മറിയമേ ഗബ്രിയേൽ മാലാഖ ചൊല്ലുന്നത് പോലെ ചൊല്ലിയാൽ 10 ആത്മാക്കളെ രക്ഷപ്പെടുത്താം. 10 ആത്മാക്കളെ രക്ഷപ്പെടുത്താം. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഏറ്റവും പ്രധാനം, വിശുദ്ധിയുടെ വസ്ത്രം നീ അണിഞ്ഞിട്ടുണ്ടോ എന്നാണ് അന്ത്യവിധിയിൽ കർത്താവ് നോക്കുക. അല്ലാതെ അറിവിൻ്റെ വസ്ത്രം നീ അണിഞ്ഞിട്ടുണ്ടോ എന്നല്ല കർത്താവ് നോക്കുക. നീ എത്ര പഠിച്ചു, നീ എത്ര വ്യാഖ്യാനിച്ചു എന്നതല്ല കർത്താവ് നോക്കുക. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? അറിവുകൾ കുന്നുകൂടിയിട്ടും വിശുദ്ധി, എളിമ, വിനയം നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വലത്തുഭാഗം കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. പരിശുദ്ധ കുർബാന അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് പോകാൻ സമയം കിട്ടിയില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അറിവുകൾ നമുക്ക് നല്ലതാണ്. അറിവ് കേൾക്കുന്നതും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമെങ്കിൽ അറിവ് നല്ലതാണ്. ഇനി അറിവുകൾ നമ്മളെ തെറ്റായ ബോധ്യത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിതിവിടെ നിർത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, അവസാന മണിക്കൂറുകളാണ് ഇത്.
നമ്മൾ അവസാന മണിക്കൂറിൻ്റെ ആദ്യത്തെ ഇങ്ങനെ ചവിട്ടുപടിയിലാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഈശോ നമുക്ക് പലരിൽ കൂടെ ബോധ്യങ്ങൾ തരാണ്. എന്തിനാണോന്നോ ഈ ബോധ്യം? പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക, ചതിക്കല്ലേ, വഞ്ചിക്കല്ലേ, കുടുംബങ്ങൾ തകർക്കല്ലേ, തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കല്ലേ. എന്നിട്ട് നീ നിന്റെ ജീവിതത്തിൽ ആത്മാക്കളെ നേടാനായിട്ട് പ്രാർത്ഥിക്കുക, പരിഹാരം അനുഷ്ഠിക്കുക, ഉപവസിക്കുക, യഥാർത്ഥ ഉപവാസം നടത്തുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിത്യജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ നമ്മുടെ സഹനസഭയിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ചെകുത്താനായി, അവരങ്ങ് നരകത്തിയെ പോയി അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയരുത്. ദൈവം നമ്മെ ശരിയായ ബോധ്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.